എങ്ങനെ നമ്മൾ ക്രാക്ക് ചെയ്യും, എന്താണ് ഇതിനുള്ള സ്ട്രാറ്റജി, എങ്ങനെയാണ് നമ്മളൊരു JRF എത്തുക, അതിൻ്റെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹലോ ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇറ്റ്സ് മീ ഡോക്ടർ ഫെമീന PA. ഈ വരുന്ന ഡിസംബറിൽ JRF ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം. CCയുടെ ഒരു പുതിയ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. JRFൻ്റെ ഫോക്കസ് ചെയ്തിട്ടുള്ള ലോങ് ടൈം ബാച്ച്. താല്പര്യമുള്ളവർ 8086881144 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ ഡിസംബറിൽ ഒരു നെറ്റ് മാത്രമല്ല ഒരു JRFും കൂടി എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ടിപ്സ് പറയാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഹൗ ടു ക്രാക്ക് JRF ഇൻ ഡിസംബർ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ നമ്മൾ ക്രാക്ക് ചെയ്യും, എന്താണ് ഇതിനുള്ള സ്ട്രാറ്റജി, എങ്ങനെയാണ് നമ്മളൊരു JRF എത്തുക, അതിൻ്റെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു നോ യുവർ സിലബസ്. എന്താണ് സിലബസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമുക്കറിയാം 2 പേപ്പേഴ്സാണുള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2. ഈ പേപ്പർ 1നെയും പേപ്പർ 2നെയും നിങ്ങൾ നല്ലവണ്ണം സിലബസ് നോക്കി മനസ്സിലാക്കണം. അതായത് പേപ്പർ 1ൽ ഏതൊക്കെ ആസ്പെക്റ്റ് വരുന്നുണ്ട്, പേപ്പർ 2ൽ ഏതൊക്കെ ആസ്പെക്റ്റ് വരുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഞാനിവിടെ എങ്ങനെ കൊമേഴ്സ്യൽ JRF ക്രാക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ് കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പേപ്പർ 1ലും പേപ്പർ 2ലും 10 യൂണിറ്റ് വീതം ടോട്ടൽ 20 യൂണിറ്റ്സ് ആണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. കൊമേഴ്സിൻ്റെ കേസസിൽ പേപ്പർ 2ൽ വരുന്ന 10 യൂണിറ്റിൽ നമുക്ക് ഏതൊക്കെ യൂണിറ്റിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഒരൊറ്റ യൂണിറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ JRF ആണോ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റ പോർഷൻസും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാം കവർ ചെയ്ത് പോകണം. നമുക്കതിനുള്ള ആവശ്യത്തിനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ പിടിക്കുകയാണെങ്കിൽ, അതായത് ഈ ജൂലൈ തുടങ്ങി നമ്മളൊരു 150 ഡേയ്സ് കൃത്യമായിട്ട് ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാനിനി പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹൈ വെയിറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതായത് നമുക്കറിയാം ഇപ്പോൾ 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഏതൊക്കെയാണ്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്തായാലും നോക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. FM ബിസിനസ് ഫിനാൻസ് എന്ന് പറയുക, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇതിന് മാത്രമല്ല, നെറ്റിന് മാത്രമല്ല, എല്ലാ എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു യൂണിറ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്, നമുക്ക് പേപ്പർ 1ലും റിസർച്ച് മെത്തേഡ് ഉണ്ട്, പേപ്പർ 2ലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നന്നായി പഠിക്കണം. അതായത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇൻകം ടാക്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, ലീഗൽ ആസ്പെക്ട്സ് നമുക്ക് കോൺട്രാക്ട് ആക്ട്, ബെയിൽമെൻറ്റ്, പ്ലെഡ്ജ്, ലോ ഓഫ് ഏജൻസി, അതുപോലെ IT ആക്ട്, ഇതുപോലത്തെയുള്ള ആക്ട് പറയുന്ന ആ ഒരു യൂണിറ്റ് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. HRM ബിസിനസ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, എല്ലാം പഠിക്കണം. എല്ലാം പഠിക്കാനുള്ള സമയമുണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ IB ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്, അതുപോലെ ഇൻകം ടാക്സ്, FM, അക്കൗണ്ടിങ്, ഇതിനെല്ലാം നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. ഈ മാർക്കറ്റിംഗ് ഒക്കെ നമുക്ക് എങ്ങനെയൊക്കെ ആയാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അതായത് നമുക്ക് പണ്ടേ തുടങ്ങി അറിയാവുന്ന ഫിലിപ്പ് കോട്ട്ലർ, മാർക്കറ്റിംഗ് മിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും ചോദിക്കുന്നത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, മാർക്കറ്റിൽ വരുന്നുള്ളൂ. നമുക്ക് കൂടുതൽ സ്ട്രെസ് എടുക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആർക്കും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള യൂണിറ്റ്സ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഫോർ എക്സാമ്പിൾ IB ഇൻ്റർനാഷണൽ ബിസിനസ്, നമുക്കറിയാം ഇപ്പോൾ വേൾഡ് ബാങ്ക്, സബ്സിഡിയറി, ഇങ്ങനത്തെ കാര്യങ്ങൾ, സാർക്ക്, UNCTAD, ഇതെല്ലാം UNCTAD എന്ന് പറയുന്നത്, UNCTAD, അതെല്ലാം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ്, WTO, IMF, ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും എക്സാമിൽ ഇല്ലാത്തതുണ്ടോ? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കാണുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്കത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഏരിയാസ് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായി കവർ ചെയ്ത് തന്നെ പോകുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിലബസ് എടുത്തിട്ട് നിങ്ങൾ തന്നെ മാർക്ക് ചെയ്ത് നോക്കുക. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞോ, ഓരോന്ന് പഠിച്ചു കഴിയുമ്പോൾ ആ സിലബസിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അതായത് അണ്ടർലൈനോ നിങ്ങൾ കംഫർട്ടായിട്ടുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക, ടിക്കോ, അതായത് ഞാൻ ഈ പോർഷൻ കവർ ചെയ്തു എന്ന് കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്ത് പഠിക്കുക.
ഇനി അടുത്തത് എന്താണ് നമ്മൾ നോക്കുന്നത്? ഡെയിലി സ്റ്റഡി സ്ട്രക്ചർ. കൺസിസ്റ്റൻസി ഇസ് ദ കീ. അതായത് നമ്മൾ ഇന്ന് പഠിച്ചു, ഇനി നാളെ പഠിക്കണ്ട, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പഠിച്ചതല്ലേ ഇനി പഠിക്കാൻ വയ്യ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. അതായത് ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ 150 ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ 150 ഡേയ്സ് അഹെഡ് എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 hours പേപ്പർ 1, 2 hours പേപ്പർ 2, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തായാലും മിനിമം ഒരു 1 hour എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. 1 hour ഈച്ച്. പേപ്പർ 1-ന് 1 hour, പേപ്പർ 2-ന് 1 hour, അങ്ങനെ കൃത്യമായി പഠിച്ചിരിക്കണം. ഇനി കോൺസെപ്റ്റ് ലേണിംഗ്. നമ്മൾ പഠിക്കാൻ നേരത്ത് വെറുതെ കുറേ PYQs പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം അതിൻ്റെ പുറകിലുള്ള കോൺസെപ്റ്റ് എന്താണ്, ഈ തിയറി പറയുന്നത്. അതായത് നമുക്ക് ഈ കഴിഞ്ഞ എക്സാംസിനെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ കണ്ടിരുന്നു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി എന്ന് വെച്ചാൽ ഇനി ഉണ്ടാവാം, പക്ഷെ നമ്മുടെ കഴിഞ്ഞ എക്സാംസിനൊന്നും, മിക്ക എക്സാംസിനും നമുക്ക് എസ്പെഷ്യലി കൊമേഴ്സിന് അസേഷൻ റീസൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും വന്നിരുന്നില്ല. മറിച്ച് എങ്ങനത്തെ വന്നത്, നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച പോലെ തന്നെ അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ക്രോണോളജിക്കൽ അറേഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഇതിനെ ഓർഡർ ആക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതൽ ഉണ്ടായിരുന്നത്. നമ്മൾ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. നമ്മുടെ റാപ്പിഡ് സെഷനിലെല്ലാം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന പോലെ തന്നെ അറേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതൽ വന്നിരുന്നത്. അപ്പോൾ നമുക്കത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്താണ് ഇത് പറയുന്നത് എന്നുള്ള ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് കൃത്യമായി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, MCQs അതുപോലെ PYQs പ്രാക്ടീസ് ചെയ്യുക. അതായത് MCQs നമുക്ക് കൃത്യമായി CCയിൽ ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ MCQs നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന പോലെ തന്നെ PYQs, ഇതിലൂടെ നമുക്ക് ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഒന്നുകൂടി നമുക്ക് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് സപ്പോസ് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണാണ്, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് നോക്കുകയാണ്, അയ്യോ ഇത് എവിടുത്തെ ഏത് ഭാഗത്തെയാണെന്ന് നമുക്ക് പെട്ടെന്ന് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. അതിനെന്ത് വേണം, നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതാണ് ആദ്യം നമ്മൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റി അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു, ഇന്ന് പഠിച്ചു, നാളെ പഠിച്ചു, ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ മെമ്മറിയിൽ അവിടെ നിലനിർത്തണ്ടേ? അതിനെന്ത് വേണം, കൃത്യമായിട്ടുള്ള റിവിഷൻ നമ്മൾ കൊടുക്കണം. അതായത് വീക്ക്ലി റിവിഷൻ. നമ്മളിപ്പോൾ CCയിൽ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആദ്യത്തെ 6 ദിവസം പഠിച്ചിട്ട് 7ാമത്തെ ദിവസം നമ്മൾ റിവിഷൻ നമ്മൾ ടൈം കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ റിവൈസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ മെമ്മറിയിൽ, നമ്മുടെ ലോങ് ടൈം മെമ്മറിയിൽ അതവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുള്ളൂ, ഉറച്ച് നിൽക്കുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്തത് നമുക്ക് പേപ്പർ 1, നമ്മൾ പേപ്പർ 2-നെ കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഇഗ്നോർ ചെയ്യരുത്. ആരെ? പേപ്പർ 1-നെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. കാരണം നിങ്ങൾ JRF ആണോ ലക്ഷ്യമിടുന്നത് എങ്കിൽ പേപ്പർ 1-ഉം കൃത്യമായിട്ട് ഫോക്കസ് കൊടുത്തിരിക്കണം. നിങ്ങൾക്ക് വെറും നെറ്റ് മാത്രമാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്, പേപ്പർ 1 അല്ലേ, അതെനിക്ക് ചെയ്യാൻ പറ്റും, ഐ ആം ഗുഡ് അറ്റ് മാത്സ്, എനിക്ക് മാത്സ് ഇഷ്ടമാണ്, എനിക്ക് മാത്സ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അതുപോലെ എനിക്ക് DI ചെയ്യാൻ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, എനിക്ക് റീഡിങ് കോംപ്രഹെൻഷനൊക്കെ നല്ല പെട്ടെന്ന് സ്പീഡായി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വെച്ച് നമ്മൾ പേപ്പർ 1 മിക്കപ്പോൾ നമ്മൾ പയ്യെ, അതെന്ന് ചിലവർ ഇഗ്നോർ ചെയ്യാറുണ്ട്, അതെനിക്ക് പറ്റുമെന്നുള്ള ധാരണയിൽ. JRF ആണോ നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ നിങ്ങൾ പേപ്പർ 1 ഇഗ്നോർ ചെയ്യരുത്. ഒരേപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് പേപ്പർ 2-നെക്കാട്ടും കുറവാണ് പേപ്പർ 1 എങ്കിൽ പോലും പേപ്പർ 2 നമ്മൾ സ്ഥിരമായി പഠിക്കുന്നതാണ്. അതായത് നമ്മൾ PGയിൽ ഇരുന്ന് PG മാത്രമല്ല +2, ഡിഗ്രി, PG, ഈ ഒരു സമയത്തെല്ലാം നമ്മൾ ഇരുന്ന് പഠിച്ചിട്ടാണ് പേപ്പർ 2-ലോട്ട് എത്തിയിട്ടുള്ളത്. പേപ്പർ 1 അത്രയും നമ്മൾ ഇരുന്ന് പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പേപ്പർ 1-നും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇഗ്നോർ ചെയ്യരുത്. പേപ്പർ 1-നെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. പേപ്പർ 1-ൽ എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഇവ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പേപ്പർ 1-ൻ്റെയും കൂടി മാർക്ക് ആഡ് ചെയ്തിട്ട് ഓൾ ടുഗദർ ആണ് നമുക്ക് മാർക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേപ്പർ 1-നും ആഡിക്വേറ്റ് ഫോക്കസ് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് CCയിൽ 150 ഡേയ്സിൻ്റെ ഒരു ബാച്ച് എങ്ങനെയാണ് നമ്മൾ അത് പോകുന്നത്, അതിൻ്റെ ഒരു റോഡ് മാപ്പാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ 50 ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോൺസെപ്റ്റ് ക്ലാരിറ്റിയിലോട്ടാണ് ഫോക്കസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കോൺസെപ്റ്റ് എല്ലാം കിട്ടുന്നുണ്ടോ, നമ്മൾ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നുണ്ടോ, തിയറീസ് എല്ലാം കൃത്യമാണോ, അതെല്ലാം നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കോർ കവറേജ് ആണ് ആദ്യത്തെ 1 to 50 ഡേയ്സ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ മേജർ ആയിട്ടുള്ള സബ്ജക്ട്സ് എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്ത് പോകുന്നു. ഇനി അതിനുശേഷം നമ്മൾ ഈ സബ്ജക്ട്സ് ഏകദേശം ഫിനിഷ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വീക്കിലി എന്ത് ചെയ്യും, PYQs ഇട്ട് കൊടുക്കുന്നു. കൂടുതൽ MCQs അല്ലാതെ PYQs നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ചിലപ്പോൾ പുതിയതായിട്ടൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു ടെൻഷൻ, അയ്യോ ഇതെനിക്ക് കിട്ടുന്നില്ലല്ലോ, ഈ PYQs കണ്ടിട്ട് എനിക്ക് ഏത് കോൺസെപ്റ്റ് ആണെന്ന് എത്താൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് മനസ്സിലാവുന്നില്ലോ എന്നൊക്കെ ഒരു ടെൻഷൻ വരും. അപ്പോൾ ഈ ആദ്യത്തെ 50 ഡേയ്സ് നമ്മൾ ഫെമിലിയാരിറ്റീസിനെയാണ്, അതായത് നമ്മൾ ഈ ക്വസ്റ്റിനെയും ഈ കോൺസെപ്റ്റിനെയും പരിചയപ്പെടുത്തുക
കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നില്ല, എല്ലാം കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം എന്നില്ല. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡെസ്പ് ആവരുത്. കൃത്യമായിട്ടുള്ള മെന്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പുഷ് ചെയ്ത് മുകളിലോട്ട് പോകും. ഇനി രണ്ടാമത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡേ 51 to 100. ഇവിടെ നമുക്ക് എന്താണ്, നമുക്ക് ഏതെങ്കിലും ഏരിയ കോൺഫിഡൻസ് ഇല്ലാത്തതുണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, സപ്പോസ് എനിക്ക് QT വീക്കാണ്, അല്ലെങ്കിൽ എനിക്ക് FM-ൻ്റെ പ്രോബ്ലം വരുമ്പോൾ എനിക്ക് പ്രശ്നമാണ്, എനിക്ക് പ്രോബ്ലം ഏരിയ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുന്നത്, നമ്മൾ ആ വീക്ക് ഏരിയനെ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതാണ് ഈ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഡേയ്സ് 51 to 100 എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആൻഡ് വീക്ക് ഏരിയാസ്. നമ്മുടെ വീക്ക് ഏരിയസ് ഏതൊക്കെയാണോ അതിനെ സ്ട്രെങ്തൻ ചെയ്യാണ് ഡേയ്സ് 51 to 100 ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യത്തെ 50 ഡേയ്സിൽ പ്രാക്ടീസ് ചെയ്തതിന് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തെടുക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, റിവിഷൻ ഇസ് ദ കീ. റിവൈസ് ചെയ്യാതെ ഒന്നും നടക്കില്ല. നമ്മൾ ആദ്യം പഠിച്ചതിനെ പിന്നെയും നമ്മളൊന്ന് റിവൈസ് ചെയ്തെടുക്കുന്നു. പിന്നെ നമ്മൾ PYQs എവിടെ വെച്ചൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നത്, അതായത് ചില PYQs കിട്ടുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിപ്പോൾ ക്രോണോളജിക്കൽ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്, അത്തരം ഏരിയയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. ഇനി മോക്ക് ടെസ്റ്റ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇനി മോക്ക് ടെസ്റ്റ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. PYQs, MCQs, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് പയ്യെ ബിൽഡ് ചെയ്യും. ഇതെല്ലാം ഒരൊറ്റ സുപ്രഭാതത്തിൽ നടക്കുന്നതല്ല. നമുക്കറിയാലോ, കേസൺ സ്ട്രാറ്റജി. നമ്മൾ ചെറിയ ചേഞ്ചസിലൂടെയാണ്, സ്മോൾ ഗ്രാജുവൽ ഇംപ്രൂവ്മെൻറ്റിലൂടെയാണ് നമുക്ക് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണല്ലോ കേസൺ പറയുന്നത്. ഇനി അടുത്ത സമയം എന്താണ്, മൂന്നാമത്തെ സ്ലോട്ടായിട്ടുള്ള 101 ഡേ 101 മുതൽ 150 ടൈം എന്ന് പറയുന്നത് 150 ഡേയ്സിൻ്റെ ടൈം എന്താ ചെയ്യുന്നത്, ഫുൾ റിവിഷനാണ്. റിവിഷൻ ടൈം മാത്രമാണ്. നമ്മൾ എന്താ ഓൾറെഡി പഠിച്ചു വെച്ചതിനെ റിവൈസ് ചെയ്യുന്നു, മോക്ക് ടെസ്റ്റ് നടത്തുന്നു. റിവിഷൻ ടൈം മാത്രമാണ്. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് ഡെയിലി മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നമ്മുടെ എവിടേക്കാണ് മിസ്റ്റേക്ക് വരുന്ന കാര്യങ്ങൾ പിന്നെ ഇരുന്ന് വ്യക്തമായി ഇരുന്ന് പഠിക്കാം. അനലൈസ് മിസ്റ്റേക്ക് ഡീപ്ലി. നമ്മുടെ പ്രശ്നങ്ങൾ, അതായത് ഓരോരുത്തരെയും ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നമ്മുടെ CCയിലെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ പഠിക്കാതെ ഇരുത്ത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ കൃത്യമായിട്ടുള്ള നോട്ട് മേക്കിംഗ് പോവുക, കൃത്യമായിട്ട് നോട്ട് മേക്ക് ചെയ്ത് പോവുക. നിങ്ങളെ കൊണ്ട് തന്നെയാണ് ഞാൻ നോട്ട് മേക്കിംഗ് ചെയ്യിപ്പിക്കാറ്. അതായത് നിങ്ങൾക്ക് എവിടെയാണോ വീക്ക് പോയിന്റ് അത് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതായത് PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള PDF മെറ്റീരിയലിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ചില കോൺസെപ്റ്റ്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഹെൻറി ഫയോളുടെ പ്രിൻസിപ്പിൾസ്, ഇപ്പോൾ 14 പ്രിൻസിപ്പിൾസ് എനിക്കറിയാം ഓൾറെഡി. I am very much thorough with the 14 principles of Henry Fayol. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനത് വിശദമായിട്ട് അതിനെ കഥ എഴുതി വെക്കേണ്ട ആവശ്യമില്ല നോട്ട്ബുക്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏതൊക്കെ പോയിന്റ്, ഏത് ഏരിയ ആണോ നമ്മൾ വീക്കായിട്ടുള്ളത് ആ ഏരിയനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അവിടെ നമ്മൾ നോട്ട് മേക്കിംഗ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാറ്. അതായത് നിങ്ങളുടെ വീക്ക് പോയിന്റ് എവിടെയാണ് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സെൽഫ് അസസ്മെൻറ്റ് ചെയ്യണം. അതായത് നമ്മളെ അറിയുന്നത് നമ്മൾ മാത്രമാണ്. നമ്മളെക്കാൾ കൂടുതൽ വേറെ ആർക്കും നമ്മളെ അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീക്ക് ഏരിയ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നമ്മളത് റെക്കോർഡ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് മിസ്റ്റേക്സ് എല്ലാം കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ റിവൈസ് ഷോർട്ട് നോട്ട്സ് ഓൺലി. നമ്മൾ ഈ റിവിഷൻ്റെ സമയത്ത് പിന്നെയും ആദ്യം തുടങ്ങിയുള്ള എല്ലാ PDF നോട്ട്സ് ഒന്നും എടുത്തു നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ നോട്ട്സ് കൃത്യമായി പഠിച്ച് പോയാൽ മതി. ഇനി നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് വെറുതെ വായിച്ച് വിടാതെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ റിവിഷൻ 3 to 4 ഡേയ്സ് എത്തുമ്പോഴും ഇതുവരെ പഠിച്ചത് എന്തായി, എനിക്കത് ഓർമ്മയുണ്ടോ എന്നുള്ള റിവിഷൻ നമ്മൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ്, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് നോട്ട്സ് കൃത്യമായിട്ട് തയ്യാറാക്കി വെക്കുക. ഈ ഷോർട്ട് നോട്ട്സ് ആണ് ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കുള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് എക്സാം തുടങ്ങി, അതായത് ഒരു എക്സാമിൻ്റെ സ്ലോട്ട് കഴിഞ്ഞു, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ജൂലൈ തുടങ്ങിയിട്ട് അടുത്ത ഡിസംബർ വരെ നമുക്ക് ഇഷ്ടംപോലെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾ വിചാരിക്കും, നിങ്ങൾക്ക് കൃത്യമായിട്ട് PPTs കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഈ PPT നോക്കിയാൽ മതിയല്ലോ എന്നുള്ള ധാരണയിലായിരിക്കും കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടാവുക. പക്ഷേ നമ്മളത് പ്രൊമോട്ട് ചെയ്യാറില്ല. മറിച്ച് എന്താ ചെയ്യുന്നത്, കൃത്യമായിട്ട് ഓരോ PPTയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ജോട്ട് ഡൗൺ, കൃത്യമായിട്ട് എഴുതി പോകാൻ പറയാറുണ്ട്. എങ്കിൽ മാത്രമാണ് ലാസ്റ്റ് മിനിറ്റ് ഈ അബണ്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒരുപാട് PPTs ആവും, ഇഷ്ടംപോലെ PPTs ആവും. ഇതെല്ലാം തുറന്നു നോക്കാനുള്ള സമയം നമ്മൾക്ക് കിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ നോട്ട്സ് ആണ് ആ സമയത്ത് ഉപകരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇനി
കുറച്ച് ഷോർട്ട് കട്ട്സ് പറയാം. എന്തൊക്കെയാണെന്ന് പറയുന്നത്, നമ്മൾ കൂടുതൽ ഫോർമുലാസ്, ഡെഫിനീഷൻസ്, കോൺസെപ്റ്റ്സ്, ഇതിനൊക്കെ കുറച്ചുകൂടി ഇതിനെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് പോലെ കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് പഠിക്കുക. നമുക്കറിയാം നമ്മുടെ ഈ കഴിഞ്ഞ എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏകദേശം 80% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തു. യൂഷ്വൽ കേസിൽ ഇത്രയൊന്നും റിപ്പീറ്റ് ചെയ്യാത്തതാണ് എങ്കിൽ പോലും ഇത്തവണ അത്രമാത്രം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് കോൺഫിഡൻ്റ് ആയി. ഇതൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണല്ലോ എന്ന് വളരെയധികം സന്തോഷത്തോടെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ പേപ്പർ 1 കൂടി നോക്കൂ. പേപ്പർ 1 നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്ത് അതും കൂടി അനുസരിച്ചായിരിക്കും നിങ്ങൾ മാർക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ CCയിൽ പ്രൊവൈഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് കൃത്യമായിട്ട് നമ്മൾ റാപ്പിഡ് സെഷൻ എല്ലാം പോയിരുന്നു. അപ്പോൾ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ആ PYQs തന്നെയാണ് എക്സാമിന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, PYQs നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. മുന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 വർഷം മുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വർഷം ആ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കേ വേണ്ട, മറിച്ച് വേറെ രീതിയിൽ ചോദിക്കായിരുന്നു. ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്, ആ ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, PYQs പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ 4 ഓപ്ഷനും നമ്മൾ കൃത്യമായി പഠിപ്പിച്ചാണ് പോകുക. ഇത്തവണ ആസെറ്റ് അതുപോലെ തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ ഒരിക്കലും നമ്മൾ PYQs ഇഗ്നോർ ചെയ്യരുത്. PYQs ഇമ്പോർട്ടൻസ് ആണ് അവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ PYQs കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ എക്സാം പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ 10 ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചെയ്ത് നോക്കുന്നത് പോലെയല്ല എക്സാം ഹാളിൽ പോയിരുന്ന് 100 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് എക്സാം എഴുതാനായിട്ട് ഒരു കോൺഫിഡൻസ് വരുള്ളൂ. അതുപോലെ തന്നെ കോൺസെപ്റ്റ് ക്ലാരിറ്റി നമ്മൾ കാണാതെ പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ നമുക്കറിയാം ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല, ഒബ്ജക്റ്റീവ് എക്സാമാണ്. അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നമുക്ക് 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷനിൽ 100% കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് സച്ച് എ ഹെർക്കൂലിയൻ ടാസ്ക്. അതായത് നമുക്കറിയാം കുറേ ഓപ്ഷൻ നോക്കുമ്പോൾ ഇത് ഏകദേശം വേണമെങ്കിൽ കറക്റ്റാണ്, നമുക്ക് കറക്റ്റ് ഓപ്ഷനായിട്ട് എടുക്കാം. പക്ഷേ എക്സാക്റ്റ് ആൻസർ, പ്രിസൈസ് ആൻസർ അവിടെ കിടക്കണം. ആ പ്രിസൈസ് ആൻസറാണ് നമുക്ക് എടുക്കേണ്ടത്. ആ പ്രിസൈസ് ആൻസർ എടുക്കാൻ നമുക്ക് അത്രത്തോളം കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. വെറുതെ നമ്മൾ എന്തെങ്കിലും കാണാതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ പ്രിസൈസ് ആൻസർ അതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതായത് ഒരുപാട് ആൾക്കാർ നെറ്റ് എഴുതുന്നുണ്ട്. അതിൽ എല്ലാവർക്കും നെറ്റ് കിട്ടണമെന്നില്ല. നെറ്റ് എന്ന് പറയുന്നത് എഫേർട്ട് എടുക്കുന്നവർക്ക് മാത്രമാണ്. നെറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം ഒന്നല്ല. നെറ്റ് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ആണ്, അധികം വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേണമെന്ന് വെച്ചാൽ തയ്യാറെടുത്ത് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻസിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നെറ്റ് എന്ന് പറയുന്നത്. ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ആദ്യം മനസ്സിലാക്കുക. ചിലവർ അയ്യോ നെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പാടല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറയണേക്കാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളതിന് വേണ്ടി പ്രവർത്തിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം അത്ര പാടൊന്നുമില്ല. നമ്മുടെ എഫേർട്ട് എടുക്കാനുള്ള ഒരു മടിയാണ് കാണിക്കുന്നത് കേട്ടോ. അത്തരം മടിയൊന്നും എടുക്കാതെ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഇരിക്കുക. ഇനി അതുപോലെ തന്നെ JRF എന്ന് പറയുന്നത് നമ്മൾ നെറ്റിനെക്കാട്ടി നമുക്കറിയാം 3 ഘട്ടങ്ങളായിട്ടാണ് വരുന്നത്. അഡ്മിഷൻ ടു PhD, പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആയിട്ടുള്ള നെറ്റ് എന്ന് പറയുന്നത്, പിന്നെ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടുന്ന JRF എന്ന് പറയുന്നത്. ഈ എല്ലാവർക്കും JRF കൊടുക്കുക എന്ന് പറയുന്നത്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. കാരണം JRF പ്രൊവൈഡ് സച്ച് എ ഹ്യൂജ് സം. അതായത് നമുക്കറിയാം JRFൽ ഒരു നല്ല എമൗണ്ട്, നമ്മൾ സാധാരണ ഒരു വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഉപരി ഒരു ഫെലോഷിപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു എമൗണ്ട് കൊടുക്കണമെങ്കിൽ അത്രത്തോളം എക്സൽ ആയിട്ടുള്ള മികച്ച ആൾക്കാർക്കേ കൊടുക്കുള്ളൂ. അപ്പോൾ ആ എക്സൽ, അതായത് ടോപ്പ് 2% എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത്രത്തോളം എക്സലായി കാണിക്കണം. എക്സലായി കാണിക്കുന്നത് എന്താണ്, നമ്മൾ നന്നായി പെർഫോം ചെയ്യണം. അതായത് ഈ ഇന്ത്യ മൊത്തമായിട്ട് വരുന്നതാണ്. ഇത് ഒരു കേരള PSCയുടെ എക്സാം അല്ല, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ കോമ്പറ്റീറ്റേഴ്സ് ഒരുപാടുണ്ട്. അതിൽ നിന്ന് എക്സൽ ആവണമെങ്കിൽ, ഏറ്റവും ടോപ്പിൽ വരണമെങ്കിൽ നമ്മൾ അത്രത്തോളം എഫേർട്ട് എടുക്കണം. അപ്പോൾ എഫേർട്ട് എടുക്കുന്നവർക്കുള്ളതാണ് ഈ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഹാർഡ് വർക്ക് മാത്രമല്ല സ്മാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് JRF കൃത്യമായി കിട്ടും. അതിലൊന്നും യാതൊരു പേടിയും വേണ്ട. ഇനി നമ്മൾ എന്താ പറയുന്നത്, നെറ്റിന് 150 ദിവസം എന്ന് പറയുന്നത് വളരെയധികം ധാരാളമാണ്. പക്ഷെ JRFനും 150 ദിവസം എന്നുള്ളത് ആഡിക്കേറ്റ് ആണ്, പ്രൊവൈഡർ. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് പോകണം, സ്ട്രക്ചേർഡായി പോകണം. ഓക്കെ, ഇനി
നമ്മൾ ചില സമയത്ത് നമുക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് വരും. അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റുമോ, ഇത്ര എത്തിയില്ലോ, ഇനി എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടാവുന്നു, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മെൻറ്ററെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 24/7 നിങ്ങളുടെ മെൻറ്റർ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മിസ്റ്റേക്സ് എല്ലാം എല്ലാവർക്കും ലൈഫിൽ എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റും. അപ്പോൾ മിസ്റ്റേക്സ് എല്ലാം നോർമൽ ആണെന്നുള്ള മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെ സ്മാർട്ട് വർക്ക് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും. അതായത് നമ്മളിപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല JRF അല്ലെങ്കിൽ നെറ്റ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള സ്മാർട്ട് വർക്ക് ആവശ്യമാണ്. ഇനി നമ്മൾ ഉറപ്പിക്കുക, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, നമ്മൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഒരു കാര്യം കൂടി എപ്പോഴും നിങ്ങൾ മൈൻഡിൽ ഉറപ്പിക്കുക, എന്താണ്, റോം വാസൻ ബിൽ ഇൻ എ ഡേ ബട്ട് ദേ വെയർ ലേയിങ് ബ്രിക്സ് എവറി അവർ. അതായത് റോം എന്ന് പറഞ്ഞ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. എല്ലാ ദിവസവും കൃത്യമായിട്ട് അവർ ഓരോ ബ്രിക്സ് അടുക്കി വെച്ചിട്ടാണ് ആ സാമ്രാജ്യം ഉണ്ടായത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. എന്താ പറയുന്നത്, ബിഗ് അച്ചീവ്മെൻറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ടൈനി കൺസിസ്റ്റൻറ്റ് ആൻഡ് റിലൻറ്റൻസ് ഡെയിലി ആക്ഷൻസ്. അതായത് ഓരോ ദിവസം നമ്മുടെ ചെറിയ സ്റ്റെപ്സാണ് വലിയ വിജയത്തിലോട്ട് എത്തുക എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മൈൻഡിൽ ഉറപ്പിക്കുക. എപ്പോഴും നിങ്ങൾ മൈൻഡിൽ ഇതുണ്ടായിരിക്കുക കേട്ടോ. ഇനി നമ്മൾ CCയിൽ 150 ഡേയ്സിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ 8086881144 എന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരും താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക. നമുക്ക് പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും സെപ്പറേറ്റ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ്, മലയാളം, കോമേഴ്സ്, മാനേജ്മെൻറ്റ്, ഇക്കണോമിക്സ് ഇതെല്ലാമാണ് നമ്മുടെ CC പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്ത സബ്ജക്ട്സ്. താല്പര്യമുള്ളവർ CCയിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. താങ്ക്